അമ്മേ ശരണം ദേവീ ശരണം. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പൂജപ്പുര നടുതല ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഡിസംബർ 15 വൈകുന്നേരം നടന്ന ലക്ഷദീപത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തി പുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. കേരളത്തിലെ അപൂർവമായ നിർമ്മിതികളിൽ ഒന്നായ അമ്പത്തിരടി ഇലങ്കത്തിനുള്ളിലെ ശ്രീകോവിലാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ദേവസ്ഥാനത്തിന്. ഇവിടെ ദേവി നവദുർഗ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തർക്കും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയാണ് നടുതല ഭഗവതി. ഇവിടെ നടക്കുന്ന എല്ലാ വഴിപാടുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ദേവിയുടെ നക്ഷത്രമായ ചിത്തിര നക്ഷത്രത്തിൽ അഭീഷ്ടകാര്യസിദ്ധിക്കായി അഷ്ടാഭിഷേകം നടന്നു വരുന്നു. ഇവിടെ ഉപദേവതകളായി ശ്രീ മഹാഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും നാഗദേവതകളെയും കൂടാതെ യോഗീശ്വരൻ, മന്ത്രമൂർത്തി, ശക്തി സ്വരൂപൻ, ബ്രഹ്മരക്ഷസ്, മറുത, ഭൂതത്താൻ, യക്ഷിയമ്മ, മാടന്തമ്പുരൻ എന്നീ ദേവതകളെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. ലക്ഷദീപത്തിൻ്റെ ഭദ്രദീപ പ്രോജ്വലനം നിർവഹിച്ച മഹനീയ സാന്നിധ്യങ്ങൾ നടുവിൽ മഠം ഉറവങ്കര ശ്രീ അച്യുതഭാരതി പുഷ്പാഞ്ജലി സ്വാമിയർ അവർകളും കേരള മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അവർകളും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ VG തമ്പി അവർകളും ക്ഷേത്രതന്ത്രി അത്തിയറമഠം ബ്രഹ്മശ്രീ നാരായണരു രാമരു അവർകളും മേൽശാന്തി ബ്രഹ്മശ്രീ MS ശ്രീരാജകൃഷ്ണൻ പോറ്റി അവർകളും നിയുക്ത പൂജപ്പുര വാർഡ് കൗൺസിലർ ശ്രീമതി T രാജലക്ഷ്മി എന്നിവരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ അതിമനോഹരമായ ലക്ഷദീപ കാഴ്ചകൾ ഒരുക്കിയത് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ലക്ഷദീപം ഒരുക്കുന്ന മഹാലക്ഷ്മി വിളക്ക് ഡെക്കറേഷനാണ്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ശ്രീ രാംകുമാർ അവർകളും അവരുടെ ടീം അംഗങ്ങളും ചേർന്നാണ് അതിമനോഹരമായ ദീപക്കാഴ്ച ഇവിടെ ഒരുക്കിയത്. ഉദ്ധാരണത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ പ്രവർത്തന വിജയത്തിനായി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്ത് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സത്യസ്വരൂപിണിയായ ശ്രീ നടുതല ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ലക്ഷദീപ കാഴ്ചകൾ കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേവീ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ക്ഷേത്രവിലാസം നടുതല ശ്രീ ഭഗവതി ക്ഷേത്രം, ചാടിയറ, പൂജപ്പുര, തിരുവനന്തപുരം. ഈ വീഡിയോ 1ഉം 2ഉം ഭാഗങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എട്ടാമതായി ഭഗവതി അവതരിക്കുന്നത് ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രം സർവൈശ്വര്യ നായകമായ മന്ത്രമാണ്. ഗായത്രി മന്ത്രം സ്മരിക്കാമല്ലേ, അതുകൊണ്ട് ഭഗവതി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഏതാണ്ട് ഇങ്ങനെയാണല്ലോ അത് ചൊല്ലിയത്. 9ാം ഭഗവതി വരുന്നത് ശക്തിശരിയായിട്ടാണ്. ഭൂമിയിലും പുരുഷനും സ്ത്രീക്കും ശക്തിയുണ്ട്. പക്ഷെ പുരുഷന്മാർ ചിലപ്പോൾ ശക്തി ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്തവരായി മാറി കുഴഞ്ഞ താഴെ സമയത്താൽ അസ്ത്രം പ്രയോഗിക്കാൻ മറന്നു. മറ്റൊന്നും അവളെ റിഫ്ലക്ട് ചെയ്യാൻ കഥാകൃഷ്ണൻ ഹസ്തനത്തേക്ക് പോവാണ്. അപ്പൊ പാഞ്ചാലി ഇറങ്ങി വന്നു. അങ്ങനത്തെ ഇപ്പോഴും കൈമുക്കുകൊണ്ട് വന്നില്ലേ എന്റെ തലമുറ സംബന്ധിക്കും അവളുടെ സ്ഥാനം അഗ്നിയിൽ സ്വയം ബോധിച്ചു. 2ാമതായി അവൾ അവതരിച്ചു സെക്രട്ടറിയായി. സെക്രട്ടറി ഭാവത്തിൽ അവൾ പോയി സ്ത്രീ രക്ഷപ്പെട്ട ഈ ജന്മത്തിൽ പെട്ടിരിക്കുന്ന നേടി എന്നതാണ് ശക്തീശ്വരിയായി ഭഗവതി വരുന്നത്. 10ാം ഭഗവതി ചോദിച്ചു, ഭഗവതി ഈ കലിയുഗത്തിൽ എന്ത് പോകില്ല പോകുന്നു? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യർക്ക് തനിച്ചുകൊണ്ട് ബുദ്ധി ഉണ്ടാവാൻ, നാട്ടിന് മധുരം ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന ദേവതയെ പോകുന്നു. നിർമ്മലവുമാണ് തേങ്ങ ഭാവത്തിലാണ് ഭഗവതി 10ാമതായിട്ട്
അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ഭഗവതിയുടെ രൂപം എല്ലാ ക്ഷേത്ര
നമസ്തേ സജ്ജനങ്ങളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര നടുതല ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ നടന്ന ലക്ഷദീപത്തോടനുബന്ധിച്ച് ക്ഷേത്ര മേൽശാന്തിയും ക്ഷേത്ര ഭാരവാഹികളും മഹാലക്ഷ്മി വിളക്ക് ഡെക്കറേഷൻ്റെ ആൾക്കാരും ചേർന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നു. ഞങ്ങളാണ് ഇന്നിവിടെ ഈ ലക്ഷദീപം അണിയിച്ചൊരുക്കിയത്. ഞങ്ങൾ കൊല്ലം മഹാലക്ഷ്മി വിളക്ക് ഡെക്കറേഷൻ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. 13 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ലക്ഷദീപം ദീപക്കാഴ്ചയും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അനവധി പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അമ്പലങ്ങളും വലിയ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പയിൽ പമ്പകളൊക്കെ ഒരു 3 വർഷം കൊണ്ട് ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പൂജപ്പുര സൈഡിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 ലക്ഷം ദീപമാണ് നടത്തിയത്. 1 ലക്ഷം ദീപം കത്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു 7 സെറ്റ് വിളക്ക് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ വിളക്ക് ഒരു 3 മണിക്കൂർ നിൽക്കും. മറ്റേതെല്ലാം ഒരു മണിക്കൂർ കൂടുതൽ നിൽക്കത്തില്ല. ചിരാതിനകത്ത് കത്തിക്കുന്നത് ഡിസൈൻ വിളക്കുകൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഗ്ലാസിൻ്റെ ഈ വർഷം എല്ലാ വർഷവും പുതിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വർഷത്തെ പുതിയ മോഡലാണ് നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. 3 മണിക്കൂർ ആ വിളക്കുകളെല്ലാം കത്തിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ. തിരുവനന്തപുരം നടുതല ഭഗവതി ക്ഷേത്രത്തിൽ 2025 ആണ്ട് 15-ാം തീയതി ഡിസംബർ മാസം 15-ാം തീയതിയായി ഇന്ന് നടന്ന ലക്ഷദീപം നമ്മുടെ ദേശനാഥനെ ശ്രീ പത്മനാഭസ്വാമി ജനുവരി 14-ാം തീയതി നടക്കുന്ന ലക്ഷദീപത്തിന് മുന്നേ ഇവിടെ ജനങ്ങളുടെ നന്മയ്ക്കും നാടിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കുമായിട്ടാണ് ലക്ഷദീപം നടന്നത്. പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടിയിട്ട് അഗൗരവത്രമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ സഹകരിച്ച മാതൃസമിതിയെ ഏത് വിധത്തിലായാലും നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അത്രയ്ക്ക് അവർ വാക്കുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെയാണ് തീർച്ചയായിട്ടും. കൂടാതെ തന്നെ ഇന്ന് വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ എത്തിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ, നടുവിൽമഠം കുറവങ്കര നടുവിൽമഠം അച്യുത ഭാരതിയാർ സ്വാമികൾ, കൂടാതെ തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായിട്ട് ആദിത്യവർമ്മ തമ്പുരാൻ, കൂടാതെ മുൻ DGP കേരള മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അവർ, കൂടാതെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിജി തമ്പി, കൂടാതെ നമ്മുടെ കൗൺസിലർ ക്ഷേത്രം തന്ത്രി അത്തിയാറമഠം ശ്രീ രാമരു നാരായണരു, കൂടാതെ ഇവിടുത്തെ പുതിയ കൗൺസിലറായിട്ട് ഉത്തരവാദിത്തം പോകുന്ന T രാജലക്ഷ്മി. അപ്പോൾ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാര്യം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴൊക്കെ നമ്മൾ പുഷ്പാഞ്ജലി സ്വാമിയാരെ സമീപിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കൊട്ടാരമായിട്ടാണെങ്കിലും ശരി, എന്ത് കാര്യം ഞാൻ അവിടെ ചെന്ന് അവതരിപ്പിച്ചാലും ഉടനെ അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ വന്നിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് കൂടെ നിന്നൊരവസ്ഥ തന്നെയാണ്. കൂടാതെ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ അജ്ഞതയൊക്കെ മാറ്റിയെടുക്കാനാണ് ലക്ഷദീപം ഇവിടെ നടന്നത്. ഇനി 1-ാം ഘട്ടം പൂർണ്ണമായിട്ട് പുനരുദ്ധാരണത്തിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടം പൂർണ്ണമാവണമെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും സംഭാവനകളും എല്ലാം സഹകരണവും എല്ലാം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ തന്നെ ഈ 1 ലക്ഷദീപം മഹത് വിജയമാക്കിയ എല്ലാ നല്ലവരായ ക്ഷേത്രവിശ്വാസികൾക്കും എൻ്റെ പേരിലും നടുതല ഭഗവതിയുടെ പേരിലും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും 1000 നന്ദിയും സ്നേഹം അറിയിക്കുന്നു. വരും ദിവസങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. കാര്യം തെക്കൻ തിരുവിതാംകൂറിലെ 2ാമത് മൂകാംബികയായിട്ട് ഭാവിയിൽ അറിയപ്പെടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. നവദുർഗ ഭാവത്തിലാണ് ഭഗവതി ഇവിടെ ഇരിക്കുന്നത്. ആ ഭഗവതിയുടെ ഐശ്വര്യം കൊണ്ട് തന്നെ ഈ നാടും നാട്ടിലെ ജനങ്ങളും പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ വരും. ലോകാസമസ്ത സുഖിനോ ഭവന്തു സഹവീര്യം കരവാവി. ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും നന്നായിരിക്കുന്നതോടൊപ്പം ഞാനും നന്നായിരിക്കട്ടെ. ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രമായിട്ട് സഹകരിക്കുന്ന എല്ലാ വിശ്വാസികളും നന്നായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ നടുതല ഭഗവതീശ്വരൻ. ലക്ഷദീപം നമ്മളെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത്. നമ്മളിത് നടത്തുന്നത് എല്ലാ നാട്ടുകാരുടെയും വളരെയധികം സഹായം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആൾക്കാരൊന്നും വന്ന് നമ്മൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കത്തിച്ച് 1 ലക്ഷം വിളക്ക് കത്തിച്ച് തീർക്കുന്നുള്ളത്. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു ഇതായിപ്പോയി. എന്തായാലും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അടുത്ത മാസം 15-ാം തീയതി ശ്രീ പത്മനാഭൻ്റെ ഇവിടെ ലക്ഷദീപം നടക്കുകയായിരുന്നു. 1 മാസം മുമ്പ് കറക്റ്റായിട്ട് നമുക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചു. എല്ലാ അമ്മയുടെ അനുഗ്രഹം. ഇനി എല്ലാവർക്കും ഇത് വന്ന് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും നടുതല ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ലക്ഷദീപം വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചത് ഇവിടുത്തെ മാതൃസമിതിയുടെ ഒരൊറ്റ കഴിവുകൊണ്ടാണ്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ മാതൃസമിതി അമ്മമാർക്കും വിനീതമായ നമസ്കാരം. ഈ ലക്ഷദീപം ഈ സമഗ്ര കവറേജ് നടത്തുന്നത് ഹരിപ്രിയ പ്രൊഡക്ഷൻസാണ്. അപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം 2-ാം ഘട്ടം
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആദ്യഘട്ടത്തിൽ 1,56,00,000 രൂപയുടെ പണി കഴിഞ്ഞു. ഇനിയും നമുക്ക് ഏകദേശം 1 കോടി രൂപയുടെ അകത്ത് നമുക്ക് ഇതിൻ്റെ ചിലവുണ്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇതെല്ലാവരും ഷെയർ ചെയ്യണം ഈ വീഡിയോ. അപ്പോൾ അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ടാം ഘട്ട പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.